ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി ഈ പ്രഭാതത്തിൽ നമ്മളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും സമ്മേളിക്കുമ്പോൾ നമ്മൾക്ക് 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ ഭാഷയോ വെളിപാടോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇത് ആത്മീയോത്കർഷത്തിനായി ഉപയോഗിക്കുകയും ചെയ്യട്ടെ. നമ്മൾ സമ്മേളിക്കുമ്പോൾ നമുക്ക് പരസ്പരം സംസാരിക്കുവാനും ആത്മീയ കാര്യങ്ങൾ ഉണർത്തുവാനുമായി ഒരു സങ്കീർത്തനമെങ്കിലും നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. കുറച്ച് സങ്കീർത്തനങ്ങൾ നമ്മൾക്കറിയാമായിരിക്കും. പുതിയ ഒരു സങ്കീർത്തനം കൂടി പഠിക്കുവാൻ നമ്മൾ ഉത്സാഹം കാണിക്കുക. 2 സാരോപദേശം ആവശ്യമുണ്ട്. പല കാര്യങ്ങളിൽ സഭാത്മക ചിന്തകളിൽ നിന്ന് വിട്ടുപോകാതെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മക്കൾക്ക് സാരോപദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. 3-ാമതായി പറഞ്ഞത് വെളിപാടുണ്ടായിരിക്കണം. ഒരു വെളിപാട് ഉണ്ടാകട്ടെ. എല്ലാവർക്കും വെളിപാടുണ്ടാകണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ലഭിക്കാം. ചിലർക്ക് വെളിപാടുണ്ടായാൽ അത് വ്യാഖ്യാനിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു തന്നിരിക്കും. മറ്റൊരാൾക്കായിരിക്കും അത് വ്യാഖ്യാനിക്കാനുള്ള കൃപ കൊടുക്കുക. വെളിപാട്, അതുപോലെ ഭാഷ, ആത്മീയ ഭാഷകളുണ്ട്. അങ്ങനെ ഭാഷാപരം എന്ന് പറയുന്ന പോലെ ആത്മീയ ഭാഷയുണ്ട്. ആത്മീയ ഭാഷയുടെ വ്യാഖ്യാനമുണ്ട്. വിലം ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് നൽകുന്നത്. നിർമ്മലമായ ഹൃദയത്തോടു കൂടി അവിടുത്തെ സമീപിക്കുക. ആത്മാക്കൾ പടുത്തുയർത്തുവാൻ ഔസോചിതമായി ദൈവം നമുക്ക് നൽകുന്നതാണ്. നമ്മൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യുമ്പോൾ അത് ആത്മീയ ഉത്കർഷത്തിനായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏവരുടെ മേലും, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും ദൈവാത്മാവിൻ്റെ ശക്തി ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.